ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന മെസ്സേജുകൾ, സന്ദേശങ്ങൾ ഒരുപാടുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഇന്ന് ഒന്ന് പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. സൂറത്തു നൂറിലെ 63-ാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ തജഅലൂ ദുആഅർ റസൂലി ബൈനക്കും കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ പരസ്പരം വിളിച്ച് അഭിസംബോധനം ചെയ്യുന്നത് പോലെ തിരുദൂതരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ വിളിക്കരുത്. വലിയ പാഠം നൽകുന്ന ഒരു മെസ്സേജാണിത്. നാം തമ്മിൽ വിളിക്കുന്നത് പോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമയെ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല. മറിച്ച് യാ റസൂലല്ലാഹ്, യാ നബി അല്ലാഹ് പോലുള്ള ആദരവിന്റെ പദങ്ങളും പ്രയോഗങ്ങളും മാത്രമേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ നമ്മിൽ നിന്നുണ്ടാകാൻ പാടുള്ളൂ. അവിടത്തോട് എത്രമാത്രം ആദരവ് പുലർത്തണമെന്ന് മനസ്സിലാക്കാൻ അല്ലാഹു ജല്ല ജലാലു നമുക്ക് നൽകിയ ഈ സന്ദേശം തന്നെ മതി. അങ്ങേയറ്റത്തെ വിനയത്തോടെയും ബഹുമാനത്തോടെയും മാത്രമേ അവിടുത്തെ പേര് പറയാവൂ. പേര് പറയുകയോ എഴുതുകയോ ചെയ്താൽ പൂർണ്ണമായും സ്വലാത്തും സലാമും എഴുതുകയും പറയുകയും വേണം. നമ്മൾ മലയാളത്തിൽ സാധാരണ സ എന്ന് കൊടുക്കും സ്വലാത്തിന് പകരം. അങ്ങനെയുള്ള ഷോർട്ട് ഫോമുകളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉചിതമല്ല. പൂർണ്ണമായി കഴിയുമെങ്കിൽ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹ്ബിഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ ആലിനും അസ്ഹാബിനും സ്വലാത്ത് പറയുന്ന രൂപത്തിലായിരിക്കണം പറയേണ്ടത്. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ തന്നെ പ്രസിദ്ധ മദ്ഹബിന്റെ ഇമാമായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ നിറം മാറുകയും തല താഴ്ത്തി ആദരവ് കാണിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. എത്രത്തോളം മുഹമ്മദ് എന്ന് പേരുള്ള കുട്ടികളെപ്പോലും ആദരിക്കണമെന്നാണ്. അബൂ സുലൈമാൻ അൽ ഹറാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ഞാൻ ഹദീസുകൾ എഴുതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിന് ശേഷം സല്ലല്ലാഹു അലൈഹി എന്ന് മാത്രമായിരുന്നു എഴുതിയിരുന്നത്. അത് ശീലമാക്കിയപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് നിർദ്ദേശിച്ചു, അബൂ സുലൈമാൻ, എന്തിനാ നിങ്ങൾ വസല്ലമ എന്ന് കൂട്ടി എഴുതാത്തത്? സല്ലല്ലാഹു അലൈഹി എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നത് എന്തുകൊണ്ടാണ്? അത് വെറും 4 അക്ഷരമല്ലേ ഉള്ളൂ. വസല്ലം എന്ന് പറയുമ്പോ ഒരു 4 അക്ഷരം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? ചുരുങ്ങിയത് 40 ഹസനത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് മഹാനായ അബൂ സുലൈമാനുൽ ഹറാനി റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ നൂറിൽ നിന്ന് നമ്മൾ കേട്ട ഈ ആയത്ത്, ഈ മെസ്സേജ് നാമും ഗൗരവത്തിലെടുക്കണം. സ്വലാത്ത് സ്റ്റിക്കറുകൾ ഒഴിവാക്കണം. പകരം സ്വലാത്തും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമവുമൊക്കെ അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മുമൊക്കെ സ്വന്തമായി നമ്മുടെ കൈവിരൽ കൊണ്ട് ടൈപ്പ് ചെയ്ത് ശീലിക്കണം. അതൊരു സൗഭാഗ്യമല്ലേ? നമ്മുടെ സ്വന്തം പേര് മനോഹരമായും എഴുതാനും മറ്റുമൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പൂർണ്ണമായി എഴുതാനും അവിടുത്തെ പേരിൽ സ്വലാത്തുകൾ പൂർണ്ണമായി എഴുതാനും എന്തുകൊണ്ടാണ് മടിക്കുന്നത്? വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.